സൂപ്പർ തൂക്കിയിട്ടുണ്ട് ഇറക്കി അടിച്ചു പൊളിച്ച് സ്പോർട്സ് മൂവിയാണ്. പിന്നെ മാരി സെൽവരാജിന്റെ സ്ഥിരം പൊളിറ്റിക്സ്, ജാതി, മതം, ലവ് എല്ലാം ഉണ്ട്, എല്ലാവരും തകർത്തിട്ടുണ്ട്. കൊള്ളാം നല്ല സിനിമയാണ്. യൂഷ്വൽ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞ മാരി സെൽവരാജിന്റെ വളരെ നല്ലൊരു സിനിമ തന്നെയാണ് എടുത്തേക്കുന്നത്. എല്ലാവരും നല്ല അഭിനയിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഡ്രാമയാണ്, അതിൽ പൊളിറ്റിക്സും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഒപ്രസ് ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്, അവരുടെ കഴിവ്, അവരുടെ കഷ്ടപ്പാടുകൾ, അതൊക്കെ പറഞ്ഞ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സ്പോർട്സ് ഡ്രാമ തന്നെയാണ്. കബഡി ഉള്ള ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിൽ ബേസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ റിയലി ഗുഡ് വാച്ച്. പടം ഓവറോൾ പടം സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അഭിനയത്തിന് പ്രാധാന്യമുള്ള ഒരു പടം. ധ്രുവിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ധ്രുവിന്റെ ആണെങ്കിലും, പശുപതി ആണെങ്കിലും, അനുപമ ആണെങ്കിലും, രജിഷ വിജയൻ ആണെങ്കിലും നല്ല രീതിയിലുള്ള അഭിനയവും കാര്യങ്ങളും എല്ലാം കാഴ്ചവെച്ചിട്ടുണ്ട്. അഭിനയത്തിന് പ്രാധാന്യമുള്ളൊരു സിനിമ, മാസല്ല. പൊളിറ്റിക്സ് വലുതായിട്ടില്ല, പക്ഷെ ഇതില് പറയുന്നത് ജാതിയാണ്. താഴെ കിടക്കുന്ന ഒരാളുടെ മേലേക്ക് വരുന്ന, അത് നമ്മുടെ ഇപ്പോഴും നമ്മളെ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അനുഭവിക്കുന്ന എല്ലാവരുടെ ഒരു ഇതാണ്. കാരണം ഇന്ത്യൻ ടീമിലോട്ട് സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു രാഷ്ട്രീയം ഇല്ല അതിനകത്ത്. അതേപോലെ തന്നെ അത് പറഞ്ഞു പോകുന്നൊരു കഥ. നല്ല ഇതിലുള്ള അവർക്ക് കുറച്ച് ക്യാരക്ടർ എല്ലാം അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം അടിപൊളി ചെയ്തിട്ടുണ്ട്. ധ്രുവിന്റെ ഒരു കംബാക്ക് ആയിരിക്കും. അയക്കുന്നതിലാണ് നല്ല പടം. മാരി സെൽവരാജിന്റെ ഒരു കരിയർ ബെസ്റ്റ് ആയിട്ട് പറയാം. ഇപ്പോ ഞാനായിട്ട് പറയുന്നതല്ല, ഇപ്പം കൂടുതൽ പ്രേക്ഷകർ കണ്ടതിന് ശേഷം മനസ്സിലാവും. പൊളിറ്റിക്സ് ഒക്കെ എങ്ങനെയുണ്ട്? പൊളിറ്റിക്സ് പക്കേറ്റ് പുള്ളിക്കാരൻ പറയേണ്ട രീതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ സ്പോർട്സിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതിപ്പോ ഏത് ലാംഗ്വേജിൽ ഇറങ്ങിയാലും പൊളിറ്റിക്സ് ഉണ്ട്, അത് പക്കേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ താഴേക്കിടയിലുള്ള ഒരാൾ എങ്ങനെ മുകളിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ പക്ക ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. സ്റ്റിൽ അങ്ങനെയാണ്, ഇനി മാറുമായിരിക്കും. ഓവറോൾ നല്ലൊരു പടമാണ്. നല്ല സ്ക്രീൻസിൽ പടം ഓടിയാൽ കാണുന്ന പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അടിപൊളിയാണ്. ഡെഡിക്കേഷൻ ലെവലിൽ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ധ്രുവിന്റെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി എന്ന് പറഞ്ഞാൽ അച്ഛനെ പോലെ തന്നെയാണ്. പക്ക ഒരു സ്പോർട്സ് മൂവിയാണോ? പക്ക ഒരു കബഡി മൂവിയാണ്. സൂപ്പർ ആയിരുന്നു. ധ്രുവ് പൊളിച്ചടിക്കോ? ധ്രുവിന്റെ ആക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി. ഒരു പക്ക സ്പോർട്സ് ഡ്രാമയാണോ അതോ സ്പോർട്സ്? പൊളിറ്റിക്സ് ഒക്കെ പറയുന്നത് എങ്ങനെയുണ്ട് മാരി സെൽവരാജിന്റെ? കുഴപ്പമില്ല, കൊള്ളാം.